ഈശോയിൽ സഹോദരങ്ങളെ, രക്ഷകൻ്റെ കുരിശിൽ നിന്ന് കേൾക്കുന്ന അന്ത്യമൊഴികൾ ഓരോന്നായി നാം ധ്യാനിച്ചു വരികയാണല്ലോ ഈ ദിവസങ്ങളിൽ. 7 തിരിയിട്ട വിളക്കുകൾ പോലെ ആത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഓരോ വചനവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പങ്കുവച്ചത്. ഈ വചനങ്ങൾ നമ്മൾ ഹൃദ്യസ്ഥമാക്കുന്നത്, മനഃപ്പാഠമാക്കുന്നത് നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ഒട്ടേറെ സഹായിക്കും, വളരെ പ്രത്യേകിച്ചും ഈ വിശുദ്ധ വാരത്തിൽ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ 7 വചനങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഈ ദിവസത്തെ വചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ വചനം, പിതാവേ ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. രണ്ടാമത്തെ വചനം, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മൂന്നാമത്തെ വചനം, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ വചനം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു. അഞ്ചാമത്തെ വചനം, എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തെ വചനം, എല്ലാം പൂർത്തിയായി. ഏഴാമത്തെ വചനം, അബ്ബാ നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതും കേട്ടതും കുരിശിൽ നിന്നുള്ള വിലാപമായ 4-ാമത്തെ വചനമാണ്. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു. അവിടെ നമ്മൾ കാണാൻ ശ്രമിച്ചത് ഇതായിരുന്നു: മനുഷ്യനെ കൈവിട്ടാൽ അവന് ദൈവമുണ്ട്. ദൈവമുണ്ടെന്നുള്ളൊരു ഉറപ്പെങ്കിലും ഒരാത്മാവിനുണ്ട്. പക്ഷേ ദൈവം പോലും കൈവിടുന്ന ഒരവസ്ഥ ഒരാത്മാവിൽ വന്നാലോ? ഈ ഭൂമിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു മനുഷ്യന് അത്തരം അനുഭവം കൂടി വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് ദൈവസുതനായ ഈശോ മനുഷ്യപ്രകൃതിയിൽ ദൈവം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ദൈവം പോലും കൈവിടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ കണ്ടു, ദൈവം മാറി നിന്നാലും, മൗനം പാലിച്ചാലും, മറഞ്ഞു നിന്നാലും നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അവിടുന്ന് അതീവ ശ്രദ്ധാലുവാണ്. ചിലപ്പോഴെങ്കിലും മാറി നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് നമ്മെ കുറേ കൂടി ബലപ്പെടുത്തുന്നത്. അവിടുന്ന് മറഞ്ഞുപോയി എന്ന് നമുക്ക് തോന്നുന്ന സമയത്താണ് അവിടുത്തെ സാന്നിധ്യം നമ്മളിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. പ്രാർത്ഥനയ്ക്ക് പൊടുന്നനെ പെട്ടെന്ന് മറുപടി കിട്ടണം, അവൻ്റെ ശബ്ദം കേൾക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ മൗനം പാലിക്കുന്നു. പക്ഷേ ആ മൗനത്തിലൂടെ പോലും അവൻ അവിടുന്ന് നമ്മളോട് സംസാരിച്ചുവെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. നമ്മൾ ഓർക്കണം, ഈശോയുടെ ആ കുരിശിലെ നിലവിളിയിൽ 3 കൂട്ടം മനുഷ്യരെ എങ്കിലും ഈശോ ധ്യാനിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന്, ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യർ, ദൈവത്തെ ബോധപൂർവം വളരെ കോൺഷ്യസായി തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന മനുഷ്യർ. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടായിരിക്കാം. രണ്ടാമത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യർ. മൂന്നാമത്, ദൈവത്തോട്, ദൈവികമായ കാര്യങ്ങളോട് വളരെ ഇൻഡിഫറൻ്റായി പോകുന്ന മനുഷ്യർ. ഈ 3 കൂട്ടം മനുഷ്യരെയും ആ നിലവിളിയിൽ ഈശോ പിതാവിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നുണ്ട്. ഒടുക്കം നമ്മൾ പറഞ്ഞു, വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ കലഹിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഓർത്തെടുത്ത് 1-2 പേരെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ആത്മീയ എക്സസൈസ് നമ്മൾ ചെയ്യണമെന്ന്. നമുക്ക് ഈ ദിവസത്തെ വചനത്തിലേക്ക് വരാം. അത് കുരിശിൽ നിന്ന് വന്ന 5-ാമത്തെ മൊഴിയാണ്, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വചനത്തിലാണ് ഈ വചനം പറയുന്നത്. വളരെ ശ്രദ്ധയോടെ വചനം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, ഈശോയുടെ കുരിശിൻ്റെ യാത്രക്കിടയിൽ ശാരീരികമായ വേദനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിദേവനങ്ങളുമായി ബന്ധപ്പെട്ടോ ഈശോ ഒന്നും പരാതിപ്പെട്ടിട്ടില്ല. ഒരു വിഷമതയും താനുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ 5-ാമത്തെ വചനം മാത്രം ഒരു പക്ഷേ എനിക്ക് ദാഹിക്കുന്നു, തൻ്റെ തന്നെ ഒരു നോവ് ഈശോ വിളിച്ചു പറയുകയാണ്. തീർച്ചയായും പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന വണ്ണമാണ് ആ വചനം ഈശോ വിളിച്ചു പറയുന്നത് എന്ന് യോഹന്നാൻ ശ്രദ്ധയോടെ എഴുതി വച്ചു. വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: എല്ലാം പൂർത്തിയാകേണ്ടതിന് വേണ്ടി അവിടുന്ന്
ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാകേണ്ടതിന് വേണ്ടി എന്തായിരുന്നു പ്രവചനം? എനിക്ക് ദാഹിച്ചപ്പോൾ അവർ എനിക്ക് വിനാഗിരി തന്നു, എനിക്ക് ദാഹിച്ചപ്പോൾ എനിക്ക് അവർ വിഷം തന്നു എന്ന് ചിലയിടങ്ങളിൽ. അങ്ങനെ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം എന്ന വണ്ണം ഈശോ കുരിശിൽ കിടന്ന് നിലവിളിക്കുന്നു, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് ഇതിനെ വളരെ സാധാരണമായ വിധത്തിൽ നമുക്കിതിനെ നോക്കിക്കാണാം. മരണവേദന അനുഭവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒരാൾ ഒരു ആക്സിഡൻറ്റിൽ പെട്ടാൽ, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് മരണവെപ്രാളം അനുഭവിക്കുന്ന സമയത്ത് മക്കളായ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? മാറി മാറി വെള്ളം കൊടുക്കാൻ ശ്രമിക്കും. ചുണ്ട് നനയ്ക്കണം എന്ന് പറയും, ചുണ്ടിൽ വെള്ളം പകരണമെന്ന് പറയും. അപ്പോൾ മരണവേദന അനുഭവിക്കുന്ന ഏതൊരു ആത്മാവിനും സ്വാഭാവികമായി അവർ ദാഹിക്കുന്നുവെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് ദാഹജലം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി ഈ കുരിശു യാത്ര ഈശോ ആരംഭിച്ചിട്ട് കഴിഞ്ഞ യാമങ്ങളിലൊന്നും അവൻ ജലപാനം സ്വീകരിച്ചിട്ടില്ല. ജലം മുഴുവൻ രക്തമായി ഒഴുകി മണ്ണിൽ പതിയുകയും ചെയ്തു. തീർച്ചയായും സ്വാഭാവികമായൊരർത്ഥം കൂടി ഇതിനെ കണ്ടേക്കാം. ഈശോ ഈ നിലവിളി നടത്തുന്ന സമയത്ത്, ഇതിങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ പട്ടാളക്കാരൻ മുമ്പിലുണ്ട്. അവർ അവൻ്റെ ചുണ്ടിലേക്ക് വിനാഗിരി പകർന്നു കൊടുത്തു. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവനത് സ്വീകരിച്ചെങ്കിലും അവൻ അത് കഴിച്ചില്ല. അവൻ രുചിച്ചു നോക്കി, എങ്കിലും അത് പരിപൂർണമായി സ്വീകരിച്ചില്ല. സഹോദരങ്ങളെ, സത്യത്തിൽ ഈശോയുടെ ദാഹം വെറുമൊരു മാനുഷികമായ ദാഹമല്ല എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ ഓരോ വചനത്തിൻ്റെയും പ്രത്യേകത അങ്ങനെയാണല്ലോ. ഒരു സർഫസ് ലെവലിലുള്ള ഒരു മീനിങ് ഉണ്ട്, ഒരർത്ഥമുണ്ട്. എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാനുള്ള വെള്ളമാകാം. പക്ഷെ അത് മാത്രമല്ല, അതിനേക്കാൾ ആഴമുള്ള ചില അർത്ഥങ്ങൾ ഉണ്ട്. ദൈവം സത്യത്തിൽ ബൈബിളിലുടനീളം ദാഹം എന്ന് പറയുന്ന വാക്ക് മനുഷ്യാത്മാവ് ദൈവൈക്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു വാക്കാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവൈക്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരാത്മാവിൻ്റെ നിലവിളിക്കായി ബൈബിൾ കരുതി വച്ചിരിക്കുന്ന വാക്കാണ് ദാഹം എന്ന് പറയുന്നത്. ഏതാണ്ട് 50-ലധികം പ്രാവശ്യം ബൈബിളിൽ ഈ ദാഹം എന്ന് പറയുന്ന വാക്ക് പറയുന്നുണ്ട്. എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെയും മനുഷ്യൻ ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു നിലവിളിയാണ്. 1-2 വചനങ്ങൾ മാത്രം നമുക്കൊന്ന് കാണാം. ദാവീദിൻ്റെ സങ്കീർത്തനം 42-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. വളരെ പരിചയമുള്ള വചനമാണ്. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, ജീവിക്കുന്ന അങ്ങേക്ക് വേണ്ടി തന്നെ. മറ്റൊന്ന് സങ്കീർത്തനം തന്നെ 63-ാമത്തെ സങ്കീർത്തനത്തിലാണ് നമ്മൾ വായിക്കുന്നത്, ഉണങ്ങി വരേണ്ട നിലം ജലാശയത്തിന് വേണ്ടി എന്നതുപോലെ എൻ്റെ ശരീരം ദൈവമേ അങ്ങയെ കാണാതെ തളരുന്നു. അപ്പോൾ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ ദാഹമെന്ന് പറയുന്നത് സത്യത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ്. എല്ലാ വിശപ്പും അപ്പം അർഹിക്കുന്നില്ല എന്ന് ആദ്യ പരീക്ഷണത്തിൻ്റെ സമയത്ത്, ആദ്യ പ്രലോഭനത്തിൻ്റെ സമയത്ത് ഈശോ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4:4 പറയുന്നത്, എല്ലാ വിശപ്പും അപ്പം അർഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ പിശാചിനെ നോക്കി എന്താണ് പറഞ്ഞത്? ഇതാ, അപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന വചനം കൊണ്ടും കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ദാഹവും സത്യത്തിൽ പാനീയം അർഹിക്കുന്നില്ല, കുറേ കൂടി ഉയർന്ന ദൈവത്തെയാണ് അത് അർഹിക്കുന്നത്. 1979 കൽക്കട്ടയിലെ അമ്മയ്ക്ക്, മദർ തെരേസയ്ക്ക് നൊബൽ സമ്മാനം കൊടുക്കുന്നത്, സമാധാനത്തിൻ്റെ നൊബൽ സമ്മാനം. ഈ സമ്മാനം അമ്മ സ്വീകരിക്കുന്ന സമയത്ത് ഒരു നീണ്ട പ്രഭാഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അമ്മ പറയുന്ന ഒരു സംഭവമുണ്ട്. അമ്മ ഒരിക്കൽ ഇങ്ങനെ കൽക്കട്ടയിലെ തെരുവീഥിയിലൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഒരു 12-13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെങ്കൊച്ചിനെ കണ്ടു. അവളെ കണ്ട മാത്രയിൽ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, ഈ കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായി. അതുകൊണ്ട് അമ്മയുടെ സാരി തുമ്പിൽ നിന്ന് അമ്മ കരുതി വച്ചിരുന്ന 2 അപ്പകഷ്ണങ്ങളെടുത്ത് ഈ കുഞ്ഞിന് കൊടുത്തു.
കുഞ്ഞ് ഈ അപ്പം സ്വീകരിച്ച് എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അമ്മ പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. പക്ഷേ കുഞ്ഞ് ഈ അപ്പം നോക്കുന്നുണ്ട്, അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, പക്ഷെ കഴിക്കണില്ല. അമ്മ വീണ്ടും പറഞ്ഞു, മോളെ നീ കഴിക്ക്, നീ ഭയങ്കര വിശപ്പിലായിരിക്കുമല്ല. ഉടനെ തന്നെ ആ കുഞ്ഞ് പറഞ്ഞു, അമ്മ എനിക്ക് ഈ അപ്പം കഴിക്കാൻ പേടിയാണ്. കാരണം ഇത് കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും എനിക്ക് വിശക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ സംഭവം നൊബേൽ പീസ് പ്രൈസ് സ്വീകരിക്കുന്ന അമ്മ നോർവേയിൽ കൂടിയ വളരെ എലീറ്റായൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് ഒരുപാട് മനുഷ്യർ ദാഹിക്കുന്നതും വിശക്കുന്നതും ഭൗമികമായ അപ്പത്തിന് വേണ്ടി മാത്രമല്ല, കുറേ കൂടി ഉയർന്ന ദൈവമെന്ന് പറയുന്ന അപ്പത്തിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. തീർച്ചയായും ഭൗമികമായ അപ്പവും പാനീയവും നിഷേധിക്കപ്പെടുന്ന സമയത്ത് അത് കൊടുക്കാൻ നമ്മൾ അധ്വാനിക്കണം. പക്ഷെ അതുകൊണ്ട് മാത്രം പൂർത്തിയാകില്ല മനുഷ്യൻ്റെ വിശപ്പും ദാഹവും എന്ന് അമ്മ പറയുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് ദാഹമുണ്ട്. നമ്മുടെ വിശപ്പും ദാഹവും സത്യത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാക്കിയും വിശപ്പാക്കിയും മാറ്റാൻ കൂടി ഈ അനുഗ്രഹീതമായ ദിവസം ഈ വചനത്തിലൂടെ, ഈ കുരിശിലെ മൊഴിയിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. എത്ര തിന്നാലും തീരാത്ത വിശപ്പും എത്ര കുടിച്ചാലും തീരാത്ത ദാഹവും എനിക്കും നിങ്ങൾക്കും ഉണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വിശപ്പും ദാഹവും പ്രപഞ്ചത്തിലെ അപ്പവും കൊണ്ടും പാനീയം കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയുന്നതല്ല. മറിച്ച് ആ ദാഹത്തിനുള്ള ആഗ്രഹം നമ്മളിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ച ദൈവം മാത്രം, ആ ദൈവത്തിന് മാത്രം പൂർത്തിയാക്കാനായി കഴിയുന്നതാണ്. ഈശോയുടെ കുരിശിലെ ആ വചനത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് വരാം. കുരിശിൽ കിടന്ന് ഈശോ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. എല്ലാവരും കേട്ട് നിൽക്കുന്നുണ്ട്, ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. നമ്മൾ ഓർക്കണം, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുമായി മരുഭൂമിയിലൂടെ അലയുന്ന നേരത്ത് കൊണ്ടു നടന്ന വെള്ളം മുഴുവൻ തീർന്നുപോയി. കുഞ്ഞിനും അവളും സ്വീകരിച്ച് തീർന്നുപോയി. അവസാനം കുഞ്ഞ് ദാഹജലത്തിന് വേണ്ടി കരയുകയാണ്, കേണപേക്ഷിക്കുകയാണ്. ഈ നേരത്ത് ഈ അമ്മയ്ക്ക് കൊച്ചിൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല. കുഞ്ഞിനെ മാറ്റിയിരുത്തിക്കൊണ്ട് അമ്മ കുഞ്ഞിൻ്റെ എതിർഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിലവിളിക്കുകയാണ്, ദൈവമേ, ഈ കുഞ്ഞിൻ്റെ നിലവിളി എനിക്ക് കേൾക്കാൻ വയ്യേ. കാരണം ആ കുഞ്ഞിന് ഒരു ഇറുക്ക് വെള്ളം കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഇത് പറഞ്ഞ് ഹാഗാർ നിലവിളിക്കുന്ന നേരത്ത് ദൈവമായ കർത്താവ് അവരുടെ അകക്കണ്ണിനെ തുറന്ന് ജലരാശി അവൾക്ക് വേണ്ടി ആ മരുഭൂമിയിൽ രൂപപ്പെടുത്തി. മറ്റ് ഇടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ആദിമ ഇസ്രയേൽ കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ അവർക്ക് നല്ല വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ മാസായിലും എരീബായിലും അവിടുന്ന് ശുദ്ധജലം തെളിച്ചു കൊടുത്തു. തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിച്ചാൽ അവർക്ക് ദാഹിക്കുകയില്ല എന്ന്. എന്നിട്ട് കാൽവരിക്കുന്നിലെ ഈശോ നിലവിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന വാക്ക് വളരെ മനോഹരമാണ്. ഗോഡ് തേഴ്സ്റ്റ് ദാറ്റ് വി മേ തേഴ്സ്റ്റ് ഫോർ ഹിം. നീ എനിക്ക് വേണ്ടി ദാഹിക്കാൻ, ഞാൻ നിനക്കായി ദാഹിക്കുന്നുവെന്ന്. കുരിശിലെ യേശു ദാഹിക്കുന്നത് നാം അവന് വേണ്ടി ദാഹിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം കൂടിയാണ് കുരിശിലെ യേശു സൂക്ഷിക്കുന്നത്. പഴയ നിയമത്തിലെ ജെറമിയായുടെ പുസ്തകത്തിൻ്റെ 2:12 വായിക്കുന്നത്. ദൈവം വളരെ വിഷമത്തോടു കൂടി പറയുന്നൊരു വചനമുണ്ട്, എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു, മാത്രമല്ല ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം അല്ലെങ്കിൽ ദൈവസുതൻ ഇപ്പോൾ ദാഹിക്കുന്നത് നമ്മൾ അവന് വേണ്ടിയിട്ട് ദാഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ് കുരിശിലെ യേശുവിൻ്റെ എനിക്ക് ദാഹിക്കുന്നു,
എന്ന് പറയുന്ന വചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം. സഹോദരങ്ങളെ, ഇതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഈശോ ഇപ്പോഴും ഓടി അലയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ അലയുന്നത്? അവൻ അലയുന്നത് അവനെ തേടാൻ മനുഷ്യഹൃദയങ്ങൾ ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. നമുക്കത് വചനത്തിൽ വളരെ വളരെ വെളിവാകുന്ന വിധത്തിൽ, വളരെ വ്യക്തമാകുന്ന വിധത്തിൽ നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണ്. ആ വചനം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ശാരീരികമായി തളർന്ന ഈശോ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയിൽ വന്നിരുന്നു. എന്നിട്ട് സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് വെള്ളം തരിക എന്ന് പറഞ്ഞാൽ, എനിക്ക് ദാഹമുണ്ട്, എനിക്ക് വെള്ളം തരിക. സംസാരം കുറേ നീണ്ടുപോയി. ആ സംഭാഷണം സമയം പല മണിക്കൂറുകൾ നീണ്ടുപോയി. സംഭാഷണമെല്ലാം കഴിഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഈശോ അവളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചോ എന്ന് യോഹന്നാൻ എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നാം വായിക്കുന്നുമുണ്ട്. അവൾ കുടം ഉപേക്ഷിച്ചിട്ട് അവൾ പൊതുജന മധ്യത്തിലേക്ക് ഓടിപ്പോയി, സമറിയ ദേശത്തേക്ക് ഓടിപ്പോയി, ജനമുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ട് അവരോട് പറഞ്ഞു, യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കര ജലരാശിയുമായി കാത്തു നിൽക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു. അവൻ ക്രിസ്തുവാണ്. അവൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ ദാഹമായി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയെ പ്രത്യക്ഷപ്പെട്ട ഈശോ, അത് നട്ടുച്ച നേരത്താണ് പ്രത്യക്ഷപ്പെട്ട ഈശോ, കുറേ കഴിയുന്ന നേരത്ത് അവളിലെ ദാഹം, യഥാർത്ഥമായ ദാഹം ഈശോ പുറത്തെടുക്കുകയാണ്. ഒടുക്ക അവൾ തന്നെ ചോദിക്കുകയാണ്, ആ ജീവജലത്തിൻ്റെ അരുവി എനിക്ക് തരുമോ? ആ ജീവജലം എനിക്ക് തരുമോ? അത് ഈശോ തന്നെയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇതാ എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. ഇന്നും ഈശോ എവിടെയും ഇത് തന്നെയാണ് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഈ മദർ തെരേസ സ്ഥാപിച്ച റിലീജിയസ് കോൺഗ്രിഗേഷൻ്റെ പേര് ദ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്നാണ്. ആ കോൺഗ്രിഗേഷൻ്റെ ചെറുതോ വലുതോ ആയ ഏത് കോൺവെൻറ്റുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്താലും നിങ്ങൾക്കൊരു കാര്യം കാണാം, ഒരു കുരിശുരൂപം ഉണ്ടാകും ആ ദേവാലയത്തിൽ. ആ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ തൊട്ടടുത്ത് ഈ വചനമാണ് എഴുതിയിരിക്കുന്നത്: ഐ തേഴ്സ്റ്റ്, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. അതെ, ഈശോയുടെ ദാഹം എൻ്റെയും നിങ്ങളുടെയും മടക്കയാത്രയ്ക്കുള്ള ദാഹമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ, പാരീസിൽ നോട്ടർഡാം കത്തീഡ്രലിൽ ഒരു പ്രഭാഷണം ആരംഭിക്കുന്നത് അവിടുത്തെ ആർച്ച് ബിഷപ്പാണ്. അന്ന് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: ഞാൻ നിങ്ങളോടൊരു കഥ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കഥ പറഞ്ഞു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ നോട്ടർഡാം പള്ളിയിൽ 4 ചെറുപ്പക്കാർ പള്ളിയും പരിസരവും കാണാനായിട്ടെത്തി. അവർ വളരെ മനോഹരമായ ആ പള്ളിയുടെ പല ഭാഗങ്ങൾ വിസിറ്റ് ചെയ്തു. ഏറ്റവും ഒടുക്കം അവർ നോക്കുമ്പോൾ കുമ്പസാരക്കൂടുണ്ട്. ആ കുമ്പസാരക്കൂട്ടിൽ കുറേ മനുഷ്യർ പോയും വന്നും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരാണ് ഇവർ, 10, 15, 16 വയസ്സുള്ള ചെറുപ്പക്കാർ. അവർ പരസ്പരം ചോദിച്ച്, അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, അവർ ചോദിച്ചു, ആർക്കാണ് പോയി ഒരു മോക്ക് കൺഫെഷൻ, ഒരു കളിയാക്കുന്ന കുമ്പസാരം നടത്താനായിട്ട് കഴിയുന്നത്? അപ്പോൾ ഈ 4 പേരിൽ ഒരാൾ ഒരു യൂത ചെറുക്കനാണ്, യഹൂദ പയ്യനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തന്നെ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നു. അവൻ ആ കുമ്പസാരക്കൂട്ടിലേക്ക് പോയി. അവൻ പറയാൻ പറ്റുന്നതും അവന് ചിന്തിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങൾ ആ കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന വൈദികൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. അപ്പോൾ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികന് മനസ്സിലായി, 10, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് തൻ്റെ സമീപത്ത് വന്നിരിക്കുന്നത്. ഇവൻ ഒരിക്കലും ഒരുപക്ഷെ ഭൂമിയിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലുമാണ് ഇവൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്സല്യൂഷൻ കൊടുക്കുന്നതിന്, പാപമോചനം കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വൈദികൻ പറഞ്ഞു, മോനെ, ഈ പള്ളിയുടെ തൊട്ട് മുമ്പിൽ വലിയൊരു ക്രൂസിഫിക്സ് ഉണ്ട്, വലിയൊരു കുരിശുണ്ട്. ആ കുരിശിൻ്റെ മുമ്പിൽ ചെന്നിട്ട് മോൻ ഇങ്ങനെ പറയണം: ഓ ലോർഡ് ജീസസ്, യു ഡിഡ് എവ്രിതിങ് ഫോർ മീ, ബട്ട് ഐ ഡിഡ് നോട്ട് ഈവൻ കെയർ. ഓ ഈശോയെ,
നീ എനിക്കായി ഇവയെല്ലാം ചെയ്തു, പക്ഷേ ഞാനിത് ശ്രദ്ധിക്കുന്നു പോലുമില്ല, ഞാനത് മാനിക്കുന്നു പോലുമില്ല. ഇത് നീ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് നീ കുമ്പസാരക്കൂട്ടിലേക്ക് മടങ്ങി വരിക, അപ്പോൾ ഞാൻ നിനക്ക് പാപമോചനം തരാം എന്ന് പറഞ്ഞു. ഇവൻ അവിടേക്ക് ചെന്നു. വലിയ ആ കുരിശു രൂപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അലക്ഷ്യമായിട്ട് അവൻ പറയാൻ തുടങ്ങി, ഓ ലോർഡ് ജീസസ്, യു ഡൈഡ് ഫോർ മീ, ബട്ട് ഐ ഡിഡ് നോട്ട് ഈവൻ കെയർ. ഞാൻ ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്ന് പറഞ്ഞ് അവൻ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ ക്രൂശിതൻ്റെ കണ്ണുകളിൽ ഉടക്കി. പെട്ടെന്ന് അഭൗമികമായൊരു ശക്തി ആ കുരിശു രൂപത്തിൽ നിന്ന് വരുന്നത് പോലെ ആ ചെറുപ്പക്കാരന് തോന്നി. അവൻ അവിടെ മുട്ടുകുത്തി, അവൻ വാവിട്ട് കരയാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ കുമ്പസാരം കേട്ട വൈദികൻ നോക്കി കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്കിറങ്ങി ആ പയ്യനെ ചേർത്ത് പിടിച്ച് കുമ്പസാരക്കൂടിന് സമീപത്തേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ഈ വിശേഷങ്ങളെല്ലാം ഈ യഹൂദ പയ്യൻ പറയുന്നത്. അവനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തു. അവനെ കുമ്പസാരത്തിനും കുർബാന സ്വീകരണത്തിനും ക്രിസ്തീയ ജീവിതത്തിനുമൊക്കെ ഈ വൈദികൻ വഴിയായി നയിക്കുകയും ചെയ്തു. ഈ കഥ പറഞ്ഞതിന് ശേഷം ഈ ആർച്ച് ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു നിർത്തി, ആ പയ്യൻ ഞാനാണ് എന്ന്. എന്നിട്ട് ഈ ആർച്ച് ബിഷപ്പ് ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു, ഒരു കുമ്പസാരക്കൂട്ടിൽ കളിയാക്കാൻ പോലും വേണ്ടി ഞാൻ ചെന്നപ്പോൾ എനിക്ക് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഏറെ സമയമെടുത്തിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇന്നും ഈശോ ഈ ദാഹവുമായി കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ഹോളി വീക്കിലൊക്കെ പ്രവേശിച്ചിരിക്കുന്ന അനുഗ്രഹീത ദിവസങ്ങളിലാണ് ഈ വചനം കേൾക്കുന്നത്. എത്രയെത്ര ദാഹങ്ങളും എത്രയെത്ര മോഹങ്ങളുമാണ് ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്നത്. ചിലപ്പോഴെങ്കിലും വൈദികർ ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ബഹുമാനപ്പെട്ട വൈദികരെ, ഒരുപാട് വിശുദ്ധമെന്ന് തോന്നുന്ന കരുതുന്ന ലോകവും ദൈവവും മാനിക്കുന്ന അൾത്താരയുമായി ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മളുടെ മുമ്പിൽ എല്ലാ കാലത്തുമുള്ള ചോദ്യം ഒന്ന് തന്നെയാണ്. ഒട്ടേറെ ദാഹങ്ങളും മോഹങ്ങളും ഒരു ഭാഗത്ത്, കാൽവരി യാഗം മറുഭാഗത്ത്. ഒട്ടേറെ ദാഹങ്ങളെയും മോഹങ്ങളെയും ബലി ചെയ്ത് ആ ബലിയെ ചേർത്ത് പിടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കുണ്ടോ? ഇതാണ് എല്ലാ കാലത്തും നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ബലിയർപ്പകനാകുക അത്ര കണ്ട് ക്ലേശകരമായ കാര്യമല്ല എന്ന് നമ്മൾക്കറിയാം. കാരണം സെമിനാരി പഠനത്തിൻ്റെ ഏറ്റവും ഒടുക്കം നമ്മൾ ബലിയർപ്പകരാകും. പക്ഷേ ബലിവസ്തു ആവുകയാണ് ക്ലേശകരം. ബലിവസ്തു ആയില്ലെങ്കിലോ എന്നെ എടുക്കാൻ, ഉയർത്താൻ, വാഴ്ത്താൻ, അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുകയുമില്ല. ഓ യഥാർത്ഥ പുരോഹിതരായ ഞങ്ങളെ ദൈവമേ, പൗരോഹിത്യത്തിൻ്റെ ബലിവസ്തു കൂടിയാക്കി മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മാത്രവുമല്ല, നമ്മുടെയും ദൈവജനത്തിൻ്റെ എന്നവണ്ണം തെറ്റായ മോഹങ്ങളെയും ദാഹങ്ങളെയും ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. മനുഷ്യൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവും ദൈവത്തിൻ്റെ മനുഷ്യന് വേണ്ടിയുള്ള ദാഹവും സമഞ്ജസമായി മേളിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവത്തിന് വേണ്ടിയുള്ള അഭൗമികമായ അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാത്ത വലിയ ദാഹമുണ്ട്. ഈ ദാഹം പ്രാർത്ഥനയാക്കി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഉയർത്തുന്നതാണ് സത്യത്തിൽ നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മളെന്നും കൈമുതലായി സൂക്ഷിക്കേണ്ടത്. ഒരു സ്പിരിച്വൽ എക്സസൈസ് പോലെ ഈ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്. ജീവിതത്തിലെ തെറ്റായ ദാഹങ്ങളും മോഹങ്ങളും എന്താണ് എന്ന് കണ്ടെത്തുക. ഒരു പക്ഷേ എല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയണമെന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നോമ്പ് ഈ തപസ് കാലം ആരംഭിച്ച സമയത്ത് നിങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കും. ആ തീരുമാനം ചിലപ്പോൾ നടക്കാതെ പോയി, നിങ്ങൾ വീണുപോയി. ആ വീണുപോയ കുഴികളുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ തെറ്റായ മോഹങ്ങളും ദാഹങ്ങളും. ആ തെറ്റായ 1-2 മോഹങ്ങളെയും ദാഹങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്ത് ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഓ ഈശോയെ, നീ എൻ്റെ ദാഹമായി മാറണമേ, നീ എൻ്റെ മോഹമായി മാറണമേ. എൻ്റെ ദാഹങ്ങളും മോഹങ്ങളും ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹവും
മോഹവുമായി മാറുവാൻ എന്നെ അനുവദിക്കണമേ. ആമേൻ.